അമേരിക്കയിൽ വീണ്ടും ഒരു പഴയ വിവാദം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. 2020 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ചൈന ഇടപെട്ടു. ഈ ആരോപണം ആദ്യമായിട്ടല്ല ട്രംപ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇത്തവണ വ്യത്യാസമുണ്ട്. തന്റെ ആരോപണത്തിന് തെളിവാണ് എന്ന് പറഞ്ഞ് ട്രംപ് ചില ഡീക്ലാസിഫൈഡ് ഇന്റലിജൻസ് ഫയൽസ് പൊതുജനങ്ങൾക്കായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ രേഖകൾ പരിശോധിച്ച നിരവധി മാധ്യമങ്ങളും സ്വതന്ത്ര അനലിസ്റ്റുകളും പറയുന്നത് ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ചൈന ഈ ഇലക്ഷന്റെ ഫലം മാറ്റിയെന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഒന്നും രേഖകളിൽ ഇല്ല എന്നതാണ്. പല രേഖകളും പഴയ ഇന്റലിജൻസ് വിലയിരുത്തലുകളോ അല്ലെങ്കിൽ പൂർത്തിയാകാത്ത അന്വേഷണങ്ങളോ അല്ലെങ്കിൽ പൊതുവായി അറിയപ്പെട്ട വിവരങ്ങളോ മാത്രമാണെന്ന് റിപ്പോർട്ടുകൾ പറയും. അതിലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. ഈ രേഖകളിൽ ചിലത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് റഷ്യയുടെ തിരഞ്ഞെടുപ്പ് ഇടപെടൽ ശ്രമങ്ങളെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫയലുകളിൽ ഉള്ളത്? ട്രംപിന്റെ ആരോപണങ്ങൾക്ക് തെളിവുണ്ടോ, അതോ ഇത് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മറ്റൊരു വലിയ പോരാട്ടമാണ്? നോക്ക്. ഒന്ന്, ഡേറ്റ ചോർച്ച. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഡേറ്റ ചോർച്ചയാണ് ചൈന നടത്തിയത്. 22 കോടി ജനങ്ങളുടെ പ്രൈവറ്റ് ഡീറ്റെയിൽസ് വോട്ട് ഫേക്ക് ആക്കുന്നതിനായിട്ട് ചൈന ഉപയോഗിച്ചു. രണ്ടാമത്തേത് സിസ്റ്റത്തിന്റെ ബലഹീനതകളാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും ബാലറ്റ് കൗണ്ടിംഗ് സിസ്റ്റങ്ങളും വോട്ട് രജിസ്ട്രേഷൻ ഡേറ്റാബേസുകളും എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാവുന്ന അവസ്ഥയിലാണ് എന്ന് വിദേശ ഏജൻസികൾക്ക് അറിയാമായിരുന്നു. മൂന്നാമത്തേത് മറ്റ് ശത്രു രാജ്യങ്ങളുടെ ഇടപെടൽ. ചൈനയ്ക്ക് പുറമെ റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ കൂടാതെ ചില അരാജക ഗ്രൂപ്പുകൾക്കും അമേരിക്കൻ വോട്ടിംഗ് രീതികൾ തകർക്കാൻ ശേഷിയുണ്ട് എന്ന് ട്രംപ് ആരോപിക്കുന്നു. വെനസ്വേല കണക്ഷനാണ് നാലാമത്തേത്. 2020 വെനസ്വേലയിലെ മഡൂറോ ഭരണകൂടം സ്വന്തം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഡിജിറ്റലായിട്ട് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന CIA റിപ്പോർട്ടും ട്രംപ് പുറത്തുവിട്ടു. ഇതിനെല്ലാം പരിഹാരമായി സേവ് അമേരിക്ക ആക്ട് പാസ്സാക്കണമെന്നും വോട്ട് ചെയ്യാൻ വോട്ടർ ഐഡിയും പൗരത്വ തെളിവും നിർബന്ധമാക്കണമെന്നും ട്രംപ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. രണ്ടാം ഘട്ടത്തിൽ ട്രംപ് പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് അമേരിക്കയിലെ CIA ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളെയും തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെയുമാണ്. ചൈനീസ് ഇടപെടലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് ഏജൻസികൾ മനഃപൂർവ്വം കവർ ചെയ്യുകയും പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു എന്ന് ട്രംപ് ആരോപിച്ചു. ഡിസംബർ 2021 നാഷണൽ ഇന്റലിജൻസ് ഓഫീസർ അയച്ച ചില ആഭ്യന്തര ഇമെയിലുകൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇന്റലിജൻസ് വിഭാഗത്തിനുള്ളിൽ തന്നെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ട്രംപ് വാദിക്കുന്നത്. അതായത് താൻ ആദ്യമായിട്ട് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇത്തരം നിർണായക റിപ്പോർട്ടുകൾ തന്നിൽ നിന്നും മറച്ചുവെച്ചു എന്നാണ് ട്രംപിന്റെ പ്രധാന പരാതി. ഇനി നമുക്ക് ഇതിന്റെ മറുവശം അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കാം. ട്രംപ് ഡീക്ലാസിഫൈ ചെയ്ത രേഖകളും അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ ഔദ്യോഗിക വിലയിരുത്തലുകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, വോട്ടിംഗ് ഫലത്തിൽ മാറ്റമില്ല. അമേരിക്കൻ കോടതികളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഫെഡറൽ ഏജൻസീസും ആവർത്തിച്ചു വ്യക്തമാക്കിയത് 2020 ഇലക്ഷൻ വോട്ടെണ്ണലിലോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകളിലോ യാതൊരു അട്ടിമറിയും നടന്നിട്ടില്ല എന്നാണ്. രണ്ടാമത്തേത്, റഷ്യയുടെ പങ്കാണ് ഇതിൽ വലുത്. US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം 2016 2020 അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഏറ്റവും സജീവമായി സൈബർ വിംഗ് ഉപയോഗിച്ചത് റഷ്യയാണ്. ട്രംപിനെ സഹായിക്കാനും ജോ ബൈഡനെ ദുർബലപ്പെടുത്താനും റഷ്യ വൻതോതിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. 3, ചൈന വോട്ട് മാറ്റിയിട്ടില്ല. ചൈന 22 കോടി വോട്ടർമാരുടെ പബ്ലിക് ഡേറ്റ ചോർത്തിയിട്ടുണ്ടാകാമെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം മാറ്റാൻ ഉദ്ദേശിച്ചുള്ള ഒരു വലിയ അട്ടിമറി ഓപ്പറേഷനും ചൈന നടത്തിയിട്ടില്ല എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 4, ചൈനയുടെ പ്രതികരണമാണ്. ട്രംപിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം തങ്ങൾ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടില്ല എന്നും ഇനി ഇടപെടില്ലെന്നും വ്യക്തമാക്കി. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്? വരാനിരിക്കുന്ന മിഡ് ടേം തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇലക്ഷൻ സെക്യൂരിറ്റിയും മെയിൽ ഇൻ വോട്ടിംഗ് സുതാര്യതയും വീണ്ടും വലിയ ചർച്ചയാക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിൽ. എന്നാൽ തെളിവുകളില്ലാതെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ സംശയനിഴലിൽ നിർത്തുന്നത് ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് ഡെമോക്രാറ്റുകളും സ്വതന്ത്ര നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡീക്ലാസിഫൈ ചെയ്ത രേഖകളിൽ വലിയൊരു ഭാഗം ഇനിയും കറുത്ത മഷി കൊണ്ട് മായ്ച്ച അവസ്ഥയിലായതിനാൽ അമേരിക്കൻ കോൺഗ്രസ് ഇന്റലിജൻസ് കമ്മിറ്റികൾ ഇനി കൂടുതൽ വിവരങ്ങൾ സഭയ്ക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടി വരും. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്ന ലക്ഷണമില്ല. ഒരു വശത്ത് ട്രംപ് പുതിയ രേഖകൾ കാണിച്ച് ചൈനയെ കുറ്റപ്പെടുത്തുന്നു. മറുവശത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സ്വതന്ത്ര വിശകലനങ്ങളും പറയുന്നത് ആ രേഖകൾ അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണത്തെ വ്യക്തമായി തെളിയിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഈ സംഭവം ഒരു രാജ്യത്തെ മാത്രം സംബന്ധിക്കുന്ന വാർത്തയല്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യത്തിൽ പോലും തെരഞ്ഞെടുപ്പ് സുരക്ഷ, വിദേശ സ്വാധീനം, രാഷ്ട്രീയ വിശ്വസ്യത എന്നിവ എത്ര വലിയ ചർച്ചാ വിഷയങ്ങളാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ്. ഇനി ഈ വിവാദം പുതിയ അന്വേഷണങ്ങളിലേക്ക് പോകുമോ, അതോ 2026 അമേരിക്കൻ മിഡ് ടേം തിരഞ്ഞെടുപ്പിന്റെ പ്രധാന രാഷ്ട്രീയ ആയുധമായിട്ട് മാറുമോ? അതായിരിക്കും ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.